നമസ്കാരം, ഞാൻ ശ്രുതി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പല വീടുകളിലും നമ്മൾ നോക്കിയാൽ കാണുന്നതാണ് ഭാര്യയും ഭർത്താവും വലിയ രീതിയിൽ അടി, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ വലിയ രീതിയിൽ അടിയൊന്നും വേണ്ട, ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയാൽ തന്നെ മതിയായിരിക്കും. പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ഭാര്യയുടെ പിതാവിനെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ എല്ലാം വലിയ രീതിയിൽ തെറി പറയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ മോശമായിട്ടുള്ള ആൾക്കാരാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു സ്വഭാവം ഇങ്ങനെ ചില ആൾക്കാർ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മളിതിന് എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു ആർഗ്യുമെന്റിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, അവർക്കറിയാം ഏതാണ് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ പോയിന്റ് ഏതാണെന്ന്. അതുകൊണ്ട് അത് വളരെ എളുപ്പമാണ്. ആ പോയിന്റിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവള് മിണ്ടില്ല, പിന്നെ അവള് വീക്കാവും, അവള് കരയും, മാറി നിൽക്കും, പിന്നെ എന്നോട് ഒരക്ഷരം തിരിച്ചു പറയില്ല, അല്ലെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആ ആർഗ്യുമെന്റിൽ ജയിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് കാണാൻ പറ്റും ചില അവര് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷെ അവരുടെ കൾച്ചർ തന്നെ അത്തരത്തിലുള്ളവരായിരിക്കാം. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീയെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്, അവരുടെ പൂർണ്ണാധികാരം എനിക്കാണ്, അവര് അത്തരം വലിയ കഴിവുകളൊന്നുമില്ല, കുട്ടികളെ നോക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും വീട്ടിലെ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ, ഇവിടെ പരമാധികാരം എനിക്കാണ്, അപ്പോൾ എനിക്ക് എന്തും ആവാം, എനിക്ക് എന്തും പറയാം. ഇവള് ഇതൊന്നും വീട്ടിൽ പോയി പറയാൻ പോകുന്നില്ല, കാരണം ഇവളുടെ എല്ലാമാണല്ലോ ഞാൻ, അല്ലെങ്കിൽ ഇവളെ നോക്കേണ്ടത് ഞാനാണല്ലോ, അപ്പൊ എന്നെ പുകഴ്ത്തേണ്ടതാണല്ലോ ഇവളുടെ ചുമതല, അല്ലാതെ എന്നെ കുറ്റം പറയലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തു ആവാം എന്ന രീതിയിൽ വായിൽ തോന്നുന്ന എല്ലാ തെറികളും ഇവളെയും ഇവളുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചേക്കാം എന്ന വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. പിന്നെ ചില ആൾക്കാർക്ക് അവരുടെ ഇമോഷൻസ് അവർക്ക് റെഗുലേറ്റ് ചെയ്യാനേ അറിയില്ല. അവർ ചെറുപ്പത്തിലേ അതവർ ശീലിച്ചിട്ടില്ല. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. വലിയ രീതിയിൽ സ്ട്രെസ് വരുന്ന സമയത്ത് പലപ്പോഴും അത് ഫിനാൻസിന്റെ കാര്യത്തിൽ, ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ എല്ലാം കൂടെ കൊണ്ട് ഭാര്യയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ചില ആൾക്കാർ. എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഒരു വ്യക്തിയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നൊന്നും അവർ പഠിച്ചിട്ടില്ല, അവർക്ക് അറിയില്ല. അത്തരം ചില ആൾക്കാരും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ ഭാര്യയുടെ വീട്ടുകാരെയും ഭാര്യയുടെ പിതാവിനെയൊക്കെ പേര് കൂട്ടി വിളിച്ചിട്ട് പറയുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിതിന് പിറകിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് എപ്പോഴാണോ അവര് ഈ ഒരു പ്രശ്നത്തിൽ അവര് ഫെയിലിയർ ആകാൻ പോകുന്നു എന്ന തോന്നൽ അവർക്ക് ഫീൽ ചെയ്യുന്നത്, എപ്പോഴാണോ താൻ തെറ്റായി പോയി എന്നവർക്ക് ഫീൽ ചെയ്യുന്നത്, എപ്പോഴാണോ താൻ റിജക്റ്റഡ് ആയി പോകും എന്നവർക്ക് ഫീൽ ചെയ്യുന്നത്, എപ്പോഴാണോ അവര് ഒന്നുമല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഇതില് ഞാൻ തോറ്റുപോകുമെന്ന് ഫീൽ ചെയ്യുന്നത്, അപ്പോഴൊക്കെ തന്നെയാണ് അവര് ഈ ഒരു പ്രയോഗം അവർ നടത്തുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയും നീ റോങ് ആണ്, നീ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിന്റെ അഭിപ്രായം അത്ര വാലിഡ് അല്ല, നിനക്കിങ്ങനെ നല്ല തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല, നീ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരാണ് എന്നുള്ളതിനൊക്കെ തന്നെയും പുറത്തേക്ക് പറയുന്ന വാക്കുകളാണ് ഇത്തരം ഭാര്യയുടെ പിതാവിനെയോ ഭാര്യയുടെ വീട്ടുകാരെയോ ഒക്കെ വിളിച്ച് തെറി വിളിക്കുന്ന സ്വഭാവത്തിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ ചെറിയ കുട്ടികളാവുന്ന സമയത്തൊക്കെ തന്നെയും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അവരുടെ പിതാവ് അവരുടെ മാതാവിനോട് ഇത്തരം തെറികൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ശീലം അവർക്ക് ഉണ്ടായിരിക്കും. അവരുടെ വീടുകളിൽ ഇത് സ്ഥിരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ താൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ആ ശീലം, ലേൺഡ് ബിഹേവിയർ അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം സംസാരങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് എന്താണ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക? അവരെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാലോ കുറ്റം പറഞ്ഞാലോ ഒക്കെ തന്നെയും ഒരു പക്ഷേ അവര് അതിനെ ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുമായിരിക്കും. പക്ഷെ
ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അത് അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വളരെ വലിയ ഒരു വിള്ളൽ ആ ബന്ധത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് അവർക്ക് ഇത്തരം സ്ത്രീകൾക്ക്, ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഒട്ടും തന്നെയും റെസ്പെക്റ്റ് അവർക്ക് തോന്നില്ല, സ്നേഹം തോന്നില്ല, വിശ്വാസം തോന്നില്ല, ഒരു ഇമോഷണൽ കണക്ഷനും അവിടെ വരില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ തന്നെ അവിടെ നിന്നു പോകുന്നു അല്ലെ. അപ്പോൾ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ ഇമോഷണലി അവരവിടെ ഡിസ്കണക്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇമോഷൻസ് ഡിസ്കണക്ട് ആയാൽ, അല്ലെങ്കിൽ ഇമോഷണലി അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ അവർക്ക് നല്ലൊരു ബോണ്ടിങ് അവിടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. പലപ്പോഴും തിരിച്ച് ഹസ്ബൻഡ് സോറിയൊക്കെ പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ വൈഫ് തീർച്ചയായിട്ടും വളരെ വളരെ അലേർട്ടായിരിക്കും. കാരണം അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം കാര്യങ്ങൾ ഒരു ഭർത്താവ് ചെയ്യുന്നതിലൂടെ ഭാര്യയ്ക്ക് അവരോടുള്ള സ്നേഹവും മതിപ്പും ഒന്നുമില്ലാതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും സ്നേഹമൊക്കെ ഇല്ലാതാവുമ്പോൾ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? ഹസ്ബൻഡ് ഇറിറ്റേറ്റഡ് ആവുന്നു, വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിംഗ് പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കുക. മറ്റൊരാളെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാനും എങ്ങനെ നല്ല രീതിയിൽ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. വഴക്കുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അതെല്ലാം നോർമലാണ്. പക്ഷെ അത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്, ആ രണ്ട് വ്യക്തികളുടെ സാഹചര്യങ്ങൾ തമ്മിലാണ്. അതൊരിക്കലും തന്നെയും പാരൻസിനെ ഈ വഴക്കുകൾക്കിടയിലേക്ക് അവരുടെ പേരുകളോ അവരുടെ കുടുംബത്തെയോ അവരുടെ ആൾക്കാരെയോ ഒന്നും തന്നെ കൊണ്ടുവരാതിരിക്കുക എന്നതാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു.